ഹലോ, ആകാശാണ് ഡോപ്പയിൽ നിന്ന്. ഇവിടെ നമ്മുടെ ഓൺലൈൻ ബാച്ചിലെ ഒരു മെൻറ്ററാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് നീറ്റ് എക്സാം എഴുതേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു നീറ്റ് എക്സാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് വിത്ത് ടൈം മാനേജ്മെൻറ്റ് നോക്കേണ്ടതെന്നുള്ളത്. നമുക്ക് ഒരു ഗ്രോസ് ആയിട്ട് നോക്കാം അല്ലേ, എങ്ങനെയാണ് ഒരു നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നീറ്റ് എക്സാം ഇസ് എ ഗെയിം ഓഫ് 180 ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം അല്ലേ. അത് നമുക്ക് 20 മിനിറ്റ് ലെറ്റ് ഇറ്റ് ബി ഫോർ 20 ക്വസ്റ്റ്യൻസ് അല്ലേ. നമ്മൾ അതിലേക്ക് കൈ വയ്ക്കുന്നില്ല. നമുക്ക് ബാക്കിയുള്ള ഒരു 180 പ്രൊഡക്റ്റീവ് മിനിറ്റ്സ് അതിനെക്കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, എല്ലാവരും ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കെമിസ്ട്രിയിലൂടെ പോകുന്നു, ഫിസിക്സിൽ എൻഡ് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഇതിലെല്ലാവരും വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ബയോളജി ഫുൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ കെമിസ്ട്രിയിലേക്ക് പോവുള്ളൂ, കെമിസ്ട്രി ഫുൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫിസിക്സിലേക്ക് പോവുള്ളൂ. ആ ഒരു വാശി നമ്മൾ ആദ്യം ഉപേക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഫിസിക്സ് ഇപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ബയോളജി അല്ലേ. നമ്മൾ ബയോളജി എഴുതി തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും കുറച്ചങ്ങ് പോകുന്ന സമയത്ത് ഒരു നല്ല മേ ബി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻസ് അങ്ങ് കാണുന്നതോടെ ഇത് കിട്ടിയിട്ടേ പോവുള്ളൂ എന്ന് വാശി പിടിക്കുകയാണ്. നമ്മളവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു 5-10 മിനിറ്റും ക്വസ്റ്റ്യനിൽ പോവാണ്. ആൻഡ് വി ആർ ലൂസിങ് ദോസ് പ്രഷ്യസ് ടൈം വിച്ച് വി വർ സപ്പോസ് ടു സ്പെൻഡ് ഇൻ ഫിസിക്സ് അല്ലേ. അങ്ങനെ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നോൺ ആസ് ഒരു 2 സ്റ്റെപ്പ് ഗെയിമാണ്. ഒരു 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് തീർക്കാവുന്ന കാര്യമാണ്. വൺസ് യു ഗെറ്റ് ദി ക്വസ്റ്റ്യൻ പേപ്പർ, വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ബയോളജി അല്ലേ. ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ്. അതായത് ഇറ്റ്സ് കോൾഡ് ആസ് എ 2 ഫേസ് റീഡിങ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബയോളജിയിൽ നിന്ന് ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ആൻസേഴ്സ്, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ആൻസേഴ്സ്, അത് ഫുള്ള് നമ്മൾ കറക്റ്റ് ചെയ്ത് അത് അപ്പം തന്നെ ബബിൾ ചെയ്ത് പോവാം. ആൻഡ് മെയിൻ തിങ്, ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്കറ്റ് കഴിഞ്ഞ് അവസാനം ബബിൾ ചെയ്യുന്ന കാര്യം. ദയവ് ചെയ്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഒരാൾ പോലും ചെയ്യാതെ. കാരണം എന്താ അറിയോ, നിങ്ങൾ എല്ലാം കഴിഞ്ഞു, അതായത് നിങ്ങൾക്ക് എല്ലാം ഉത്തരം കിട്ടി. പക്ഷേ സപ്പോസ് അൺടിൽ ആൻഡ് അൺലെസ് യു മാർക്ക് ഇറ്റ് ഓൺ ദി OMR, ഇറ്റ്സ് നോട്ട് എ മാർക്ക് അല്ലേ. നിങ്ങളത് OMRൽ മാർക്ക് ചെയ്തിടത്തോളം കാലം നിങ്ങൾക്കതൊരു മാർക്കായി മാറില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ഓൾവേസ്, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഈ സാധനം മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് അപ്പം തന്നെ മാർക്ക് ചെയ്യുക. ആ ഒരു മാർക്ക് നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെക്കുക. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ആദ്യം ബയോളജി മൊത്തം ഒന്ന് വായിക്കുകയാണ്. ബയോളജി മൊത്തം ഒന്ന് വായിക്കുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടും അല്ലേ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് റൗണ്ട് ഓഫ് റീഡിങ്ങിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ അപ്പം തന്നെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ്, അത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, ബയോളജിയിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് കെമിസ്ട്രി പോവുക, അതും ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്സ്. ദിസ് ഈസ് നോൺ ആസ് എ ഫസ്റ്റ് ഫേസ്. ഈ ഫേസിൽ നിങ്ങൾക്ക് ഒരു 180 ക്വസ്റ്റ്യൻസിലെ ഒരു 120 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഫോർ ഷുവർ. കാരണം എളുപ്പമുള്ള ഒരു 120 ക്വസ്റ്റ്യൻ എന്തായാലും നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് പോകും. സെക്കൻഡ് ഫേസിൽ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴാണ് നിങ്ങൾ ഒന്നിരുത്തിയിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഒന്നൊന്ന് കഷ്ടപ്പെട്ടാൽ കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ വരുത്തുന്ന മേജർ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എത്ര ചെയ്തിട്ടും കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു ലീവ് ഇറ്റ് അറ്റ് ദിസ് പോയിന്റ്. അല്ലാണ്ട് അതിൽ വീണ്ടും ഇരുന്ന് 10-25 മിനിറ്റ് കളയരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെക്കൻഡ് ഫേസ് ഓഫ് റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ബാക്കി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ അതിനകത്ത് കവർ ചെയ്യാം. എല്ലാം കഴിഞ്ഞ് മേ ബി നിങ്ങൾ നോക്കുമ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടാവും. യു വിൽ ബി ലെഫ്റ്റ് വിത്ത് 10 to 15 മിനിറ്റ്സ് ഓഫ് ടൈം. യു ക്യാൻ ടേക്ക് എനഫ് ടൈം ആൻഡ് സോൾവ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെ സമയമുണ്ടോ അത് യൂസ് ചെയ്ത് ഈ എൻറ്റയർ 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് വിത്ത് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വൺ പെർട്ടിക്കുലർ തിങ്. അപ്പോൾ അത് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കും. സെക്കൻഡ് തിങ് ഇസ് ടൈം മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ഐഡിയൽ ടൈം? ഐഡിയൽ ടൈം ബയോളജിക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് 60 മിനിറ്റ്സ് ആണ്. ശ്രദ്ധിക്കുക, 90 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്. അതുപോലെ തന്നെ കെമിസ്ട്രി 45 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റ്സ്, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ്. ഓക്കെ ആണല്ലോ. ആൻഡ് റിഗാർഡിങ് ഫിസിക്സ്, നിങ്ങൾക്ക് നേരത്തെ ബയോളജിയിൽ നിന്ന് കിട്ടിയ 30 മിനിറ്റ്സ് കംസ് ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ 60 + 30 ദാറ്റ് ഇസ് 90 മിനിറ്റ്സ്. അതിൻ്റെ ഒപ്പം തന്നെ 45 + 30 ദാറ്റ് 75 മിനിറ്റ്സ്. ഓക്കെ, പിന്നെ ഒരു കിട്ടുന്ന 5 മിനിറ്റ്സ്, ദാറ്റ് മീൻസ് ഒരു 80 മിനിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 45 ക്വസ്റ്റ്യൻസിന് 80 മിനിറ്റ്സ് കിട്ടുകയാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ടൈം ടു സോൾവ് എനി ഫിസിക്സ് പേപ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ അത് ഒരു ടൈം മാനേജ്മെൻറ്റ് പോലെ തന്നെ
അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. സോ ദ ഫസ്റ്റ് ഫേസ് ഓഫ് റീഡിങ്, സെക്കൻഡ് ഫേസ് ഓഫ് റീഡിങ്, ആൻഡ് ഇൻ ദ തേർഡ് ഫേസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, അവസാനത്തെ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ എപ്പോഴും മാറ്റി വെക്കേണ്ടത് നിങ്ങൾക്ക് ഒട്ടും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. സപ്പോസ് യു ഇസ് സ്റ്റാർട്ടിങ് ടു റീഡ് എ ക്വസ്റ്റ്യൻ പേപ്പർ. ബയോളജി സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ദാറ്റ് പേപ്പർ? ഓ മൈ ഗോഡ്, ദിസ് ഇസ് ടു ടഫ് ടു ക്രാക്ക് അല്ലേ? പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കാരണം എന്താ വെച്ചാൽ മേ ബി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ടഫായിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ആദ്യമേ കാണുന്നത്. ജസ്റ്റ് ഗോ ബാക്ക് ടു ദ എൻഡ് പേജ്, ഏറ്റവും അവസാനത്തേക്ക് പോവുക, അവിടെ നിന്ന് വായിക്കുക. ചിലപ്പോൾ അതൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. ആൻഡ് ദാറ്റ് മൈറ്റ് പിക്ക് യു സം കോൺഫിഡൻസ്. അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു പുള്ളും തരും. അത് വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് കയറിപ്പോകാൻ പറ്റും. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു സൈഡ് നിങ്ങളെ തളർത്താൻ നോക്കുകയാണെങ്കിൽ അവിടെ തളരാണ്ട് തൊട്ട് ബാക്കിലേക്ക് പോവുക, അവിടെ നിന്ന് പഠിച്ച് മുന്നേറി വരിക. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് സം റിയലി ഗുഡ് തിങ് വിച്ച് യു ഹാവ് ടു ഡു. ഇതൊക്കെ കഴിഞ്ഞാലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സർ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഓക്കെ, ഇപ്പോഴും പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ബട്ട് എന്താണെന്നറിയില്ല, മാർക്ക് വരുന്നില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എവ്രി വൺ ഈസ് ഡിഫറെൻ്റ് അല്ലേ? എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു സ്റ്റഡി പേസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നൊരു നോളേജ് ഉണ്ട്. സോ എന്നോട് ചോദിക്കുന്നവരാണ്, സർ നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമാണോ ഈ MBBS ഉള്ളത്? ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്കൊന്നും MBBS കിട്ടില്ലേ? ജസ്റ്റ് ട്രസ്റ്റ് മീ ഓർ ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതായത് നിനക്ക് നിന്നോട് ഒരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നിനക്ക് പറയാൻ കഴിയുകയാണ്, ഈ ഒരു വർഷം എനിക്ക് കഴിയുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ ട്രസ്റ്റ് മീ, യു ആർ എലിജിബിൾ ഫോർ എൻ MBBS സീറ്റ്. ഒരുപാട് പേര്, ഇപ്പോൾ ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എന്താ പറയുക, പഠിക്കുന്ന സമയത്തൊക്കെ 400 ക്രോസ് ചെയ്യാണ്ട് ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരുപാട് ആൾക്കാർ. ബട്ട് ദേ നെവർ ഗേവ് അപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഓൾവേസ്, അല്ലെങ്കിൽ ദ വിന്നേഴ്സ് ആർ ഓൾവേസ് ദ പീപ്പിൾ ഹു നെവർ ഗേവ് അപ്പ്. അവർ ഒരിക്കലും തളർന്ന് അല്ലെങ്കിൽ തോറ്റു കൊടുത്തിട്ടില്ല. അവർക്ക് കഴിയുന്നത് എപ്പോഴും അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ട്രസ്റ്റ് ദി പ്രോസസ്, ജസ്റ്റ് ട്രസ്റ്റ് ഓൺ യു. നിങ്ങൾക്ക് കിട്ടണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിനുള്ള വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങളത് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അവസാനത്തെ 4 ദിവസമാണ് അല്ലേ? അവസാനത്തെ 4 ദിവസത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ബേൺ ഔട്ട്സൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബ്ലാങ്കായി പോകുന്നുണ്ട്, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് വൺ തിങ്, നിങ്ങൾ ഈ ഒരു സമയത്ത് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഒരുപാട് പേര് എല്ലാവരും പറയുന്നവരാണ്, ലൈക്ക് സ്ലീപ്പ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു സ്ലീപ്പ് ഫോർ 6 hours ആൻഡ് ഐഡിയലി 7 hours. അപ്പോൾ എല്ലാവരും ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിട്ട് തന്നെ പോവുക. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ബേൺ ഔട്ടായി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് ആലോചിക്കുക, ലൈക്ക് ഈ ഒരു നീറ്റ് കഴിഞ്ഞ് ഒരു 600+ മാർക്ക് വന്ന് ഒരു MBBS സീറ്റ് ഉറപ്പായി കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കൈ പിടിച്ച് യെസ് ഐ ഹാവ് ഫൈനലി ഗോട്ട് എൻ MBBS സീറ്റ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛനെ മുഖത്ത് വരുന്ന പുഞ്ചിരി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന സന്തോഷം. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവില്ലേ, നിങ്ങളുടെ ഓരോ എക്സാംസൊക്കെ കഴിയുന്ന സമയത്ത് അമ്മയും അച്ഛനും തരുന്ന ചെറിയ ചെറിയ സമ്മാനങ്ങൾ, 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ഫുൾ A+ കിട്ടിയപ്പോൾ അവർ മേടിച്ചു തന്നത്, അല്ലെങ്കിൽ 12th A+ കിട്ടിയപ്പോൾ മേടിച്ചു തന്നത്. ദ ഗിഫ്റ്റ് വാസ് ഓൾവേസ് ടു യു അല്ലേ? സമ്മാനങ്ങൾ എപ്പോഴും നിങ്ങൾക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്? ഒരിക്കലും എന്തായാലും പൈസ കൊണ്ട് നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ വെച്ചാൽ ഇപ്പോൾ ഇല്ല, നമുക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ് നിങ്ങൾ നേടിക്കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹമാണ് MBBS, അല്ലെങ്കിൽ നിങ്ങളുടെയും ഒരുമിച്ചുള്ള ആഗ്രഹമാണ് MBBS. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സന്തോഷം അത് അവരുടെ കൂടെ സന്തോഷമാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ജസ്റ്റ് സ്റ്റഡി. കാരണം ദ വേൾഡ് ബിഗിൻസ്, അല്ലെങ്കിൽ ദ വേൾഡ് വിൽ ബി വിത്ത് ദ പീപ്പിൾ ഹൂ വർക്ക്സ് ഹാർഡ്. ഓക്കെ ആണല്ലോ? ആൻഡ് യു ഹാവ് ടു ഓൾവേസ് റിമെമ്പർ ദിസ് തിങ്, ഗുഡ് തിങ്സ് കം വിത്ത് ഗ്രേറ്റ് സാക്രിഫൈസസ്. നമുക്ക് സാധാരണ ഒരു സമൂഹത്തിൽ നിന്ന് മാറി ഒരു ഡോക്ടർ, ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാവണമെങ്കിൽ സാധാരണക്കാർ ചെയ്യുന്നതിൽ ഉപരി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്തിരിക്കണം.
അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും മതി. ഏതൊരു മെഡിക്കൽ കോളേജിൽ കിട്ടിയൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾ അവരോട് ചോദിക്കുക. എവ്രി വൺ ഹാവ് എ സ്റ്റോറി ഓഫ് സാക്രിഫൈസസ്. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അടുത്തുള്ളൊരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകാനായിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ വരേണ്ട സമയത്ത് കാണാനായിട്ടായി. ഇതൊക്കെ നമ്മളാ ചെറുപ്രായത്തിൽ അതെല്ലാം സാക്രിഫൈസസ് തന്നെയാണ്. പക്ഷേ ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഈ കൊച്ചു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ട്രസ്റ്റ് ഓൺ യു. ദിസ് ഇസ് ദ ലാസ്റ്റ് ഫൈനൽ 4 days ഫോർ നീറ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും അതും മനസ്സിൽ വയ്ക്കുക, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഒന്നും നഷ്ടപ്പെടാനില്ല. കിട്ടുന്നതെല്ലാം നിങ്ങൾക്കാണ്, കിട്ടുന്നതെല്ലാം ലാഭവുമാണ്. കിട്ടുന്നതാവട്ടെ MBBSും, ശരിയാണല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ജസ്റ്റ് നെവർ എവർ ഗിവ് അപ്പ്. ഓക്കെ ആണല്ലോ. ഈ വർഷത്തെ നീറ്റ് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഈ വർഷം കഴിയുമ്പോഴേക്കും ഈ ഒരു ലോങ് ജേർണി ഓഫ് റിപ്പീറ്റ് or long journey of beautiful repeat, അല്ലെങ്കിൽ your first attempt is coming to an end അല്ലേ. അപ്പോൾ ഐ ജസ്റ്റ് വിഷ് എവ്രി വൺ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാംസ്. എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതുക, ടെൻഷനൊന്നും അടിക്കണ്ട, നന്നായിട്ട് ഉറങ്ങുക. ജസ്റ്റ് give your best because success comes with confidence. Okay ആണല്ലോ. So attend with confidence. Thank you.